റോഡുകളിൽ പതിയിരിക്കുന്ന അപകടക്കെണികൾ മൂലം സംസ്ഥാനത്ത് പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. പലർക്കും അടുത്തെത്തുമ്പോൾ മാത്രമാണ് റോഡിലെ കുഴി ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളത് അപകടത്തിന്റെ ആക്കം കൂട്ടാറുണ്ട്. മഴ കൂടിയായപ്പോൾ ഏറുന്ന അതിന്റെ ഭീകരതയെപ്പറ്റി പറയേണ്ട കാര്യമില്ല. റോഡ് അപകടങ്ങളെക്കുറിച്ച് പഠിച്ച് ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം പുറത്തിറക്കുന്നതാണ് നാറ്റ്പാക് റിപ്പോർട്ട്. ഇതനുസരിച്ച് 2020-2021 പഠന റിപ്പോർട്ട് കേരളത്തിന് അതീവ ഗൗരവമുള്ളതാണ്. കാരണം കേരളത്തിൽ അപകടകരമായ 4592 റോഡുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. ഇതിൽ തന്നെ 374 റോഡുകൾ അടിയന്തര പരിഗണന നൽകേണ്ട സ്വഭാവമുള്ളതാണെന്നും കണ്ടെത്തലുണ്ട്. ഇനിയും നിരവധി ജീവനുകൾ അപഹരിക്കാൻ കെൽപ്പുള്ളവ. 2021 റിപ്പോർട്ടിൽ പറയുന്ന അതീവ ഗുരുതരമായ റോഡുകൾ ഉള്ളത് യഥാക്രമം എറണാകുളം ജില്ലയിലും തിരുവനന്തപുരത്തും തൃശൂരുമാണ്. 2018 40,181 വാഹന അപകടങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. 2019 ഇത് 41,111 ആയിരുന്നു. 2020 ആയപ്പോഴേക്കും അത് 27,114 എന്നാൽ 2021 ഇത് 33,293 വീണ്ടും വർദ്ധിച്ചു. റോഡിൽ മറഞ്ഞിരിക്കുന്ന ഈ മരണക്കുഴികൾ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും നമ്മുടെ നിരത്തുകളിൽ അതിനൊത്ത നടപടികൾ ഉണ്ടാവുന്നുണ്ടോ എന്ന ആശയക്കുഴപ്പം പൊതുസമൂഹത്തിനുണ്ട്. കാരണം ഇതിനു മുൻപ് 2019 റോഡുകളെക്കുറിച്ച് പഠിച്ച് ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം റിപ്പോർട്ട് ഇറക്കിയിരുന്നു. അതിൽ പ്രകാരം അടിയന്തരമായി മാറ്റം വരുത്തേണ്ട 75 റോഡുകൾ സംസ്ഥാനത്തുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തതാണ്. എന്നാൽ റിപ്പോർട്ടിൽ പറയുന്ന അടിയന്തര മാറ്റം വരുത്തേണ്ട 75 റോഡുകളിൽ 25 എണ്ണവും ദേശീയപാതകളാണ്. ബാക്കിയുള്ള 50 റോഡുകളിൽ 25 റോഡുകളിലെ തകരാറുകൾ പരിഹരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് അനുവദിച്ച 32 കോടി രൂപ 2 വർഷം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ശേഷിക്കുന്ന 25 റോഡുകളിൽ സ്ഥലം ഏറ്റെടുത്തു തരാൻ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെയും നടപടിയുമുണ്ടായിട്ടില്ല. ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നാണ് ഇവർ പറയുന്ന വിശദീകരണം. ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടർമാരുടെയും കെടുകാര്യസ്ഥത കൊണ്ട് വരുന്ന നഷ്ടത്തിന് പൊതുജനങ്ങളുടെ ജീവന്റെ വിലയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാറ്റ്പാക് റിപ്പോർട്ടിനോടുള്ള അവഗണന സർക്കാർ തുടരുന്നത്.